അടൂരിൽ മുന്നറിയിപ്പില്ലാതെ വസ്ത്രവ്യാപാരശാല അടച്ചുപൂട്ടിയ വിഷയത്തിൽ CITU തൊഴിലാളികളോടൊപ്പം എന്ന CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ തൊഴിലാളികൾക്ക് നീതി ലഭിക്കാൻ CITU ഏതറ്റം വരെയും പോകുമെന്നും ഹർഷകുമാർ പറഞ്ഞു. ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാതെയാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടിയത്. ഒരൊറ്റ ദിവസം കൊണ്ട് മുന്നറിയിപ്പില്ലാതെ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 90-ലധികം വരും. പലരും 25 വർഷത്തിലധികം കരിക്കിനത്തിനായി ജോലി ചെയ്തവർ. ഇവരോട് സ്ഥാപന ഉടമ കാട്ടിയത് കടുത്ത വഞ്ചനയെന്ന CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PB ഹർഷകുമാർ. ആ വിശ്വസ്തത പുലർത്തിയ തൊഴിലാളിയെ ഈ മാനേജ്മെന്റ് ചതിക്കുകയുണ്ടായത്. CITU അതിന്റെ അങ്ങേ അറ്റം വരെ ഈ തൊഴിലാളിക്കൊപ്പം നിന്ന് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ സന്നദ്ധമായി രംഗത്തുണ്ടാകും. ഭൂരിപക്ഷം തൊഴിലാളികളുടെയും ക്ഷേമനിധി കൃത്യമായി അടച്ചിരുന്നില്ല. ഗലേറിയ എന്ന ഷോപ്പിലെ ആളുകൾ ഇപ്പൊ എത്ര പേര് ക്ഷേമനിധിയിലുണ്ടെന്ന് ക്ഷേമനിധി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് അതിന്റെ ലിസ്റ്റ് എടുത്തപ്പോൾ 26 പേരുടെ പേരിൽ മാത്രമാണ് ക്ഷേമനിധി അടച്ചത്. അതിൽ തന്നെ ഏതാണ്ട് പകുതിയിലേറെ മാനേജ്മെന്റ് സ്റ്റാഫിന്റെയാണ് അടച്ചേക്കുന്നത്. ഈ യഥാർത്ഥ തൊഴിലാളികളുടെ 1% പോലും അവിടെ അടച്ചിട്ടില്ല. ശമ്പളം ചോദിച്ച ജീവനക്കാരോട് സ്ഥാപനത്തിലെ ഉന്നതരുടെ മറുപടി ഇങ്ങനെ: ഈ മാസത്തെ ശമ്പളത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇവിടെ അക്കൗണ്ട് സെക്ഷനിലുള്ള പലരും പറയുന്നത്, നിങ്ങൾ DYSP ഓഫീസിലേക്ക് പോലീസിലും ലേബറിലും ഒക്കെ കംപ്ലൈന്റ് പോയിട്ടില്ലേ, ഇനിയിപ്പം അവിടെ വെച്ച് അവരുടെ ശമ്പളം കൊടുക്കൂ എന്നുള്ള ഒരു മനോഭാവത്തിലുള്ള സംസാരം ഇപ്പം വന്നിട്ടുണ്ട്. തൊഴിലാളികൾക്ക് നീതി കിട്ടുന്നവരെ പോരാടാനാണ് CITUവിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.